നമസ്കാരം. ബഡ്ജറ്റ് മാനുവലിന്റെ ക്ലാസ്സുകളാണ്. ബാക്കി ഫിനാൻഷ്യൽ പേപ്പറിലെ ബഡ്ജറ്റ് മാനുവലിൽ പകുതി ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ബാക്കി ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഇനി പറയാനുള്ളത് പാസിംഗ് ഓഫ് ദി ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് പാസ്സാക്കൽ അല്ലെങ്കിൽ പ്രസന്റേഷൻ ഓഫ് ദി ബഡ്ജറ്റ് ആൻഡ് സർക്കുലേഷൻ ഓഫ് ബഡ്ജറ്റ് ഡോക്യുമെന്റ്. സാധാരണഗതിയിൽ ഫെബ്രുവരി അവസാനമോ മാർച്ച് ആരംഭത്തിലോ ഗവർണർ നിശ്ചയിക്കുന്ന ദിവസം ധനകാര്യമന്ത്രി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ അതിൽ ബജറ്റിന്റെ സവിശേഷതകൾ ഉണ്ടാവും, ഗവൺമെന്റിന്റെ സാമ്പത്തിക നിലയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രസംഗം നടത്തും. അന്ന് തന്നെ എല്ലാവർക്കും ബജറ്റിന്റെ നിയമസഭയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ബജറ്റ് രേഖയുടെ കോപ്പികൾ നൽകുന്നതാണ്. ഇനി വകുപ്പ് അധ്യക്ഷന്മാരും മറ്റ് എസ്റ്റിമേറ്റിംഗ് ഓഫീസർമാരും ധനകാര്യ വകുപ്പ് അച്ചടിച്ച ബജറ്റ് അയച്ചു കൊടുക്കും എല്ലാവർക്കും. ബജറ്റ് രേഖയുടെ കോപ്പി CAGക്കും അക്കൗണ്ടന്റ് ജനറലും അയച്ചു കൊടുക്കുന്നതാണ്. ഈ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം അതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടത്താൻ പാടില്ല എന്നാണ്. ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഒരു ചർച്ചയും നടത്തരുതെന്നാണ്. അതിനുശേഷം സ്പീക്കർ അനുവദിക്കുന്ന ഒരു ദിവസം ബജറ്റ് മൊത്തമായോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ഭാഗമോ അസംബ്ലിയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. എന്നാൽ അങ്ങനെ ചർച്ച ചെയ്യുന്ന ദിവസം ഒരു പ്രമേയം അവതരിപ്പിക്കാനോ ഈ ബജറ്റ് വോട്ടിനിടാനോ സാധ്യമല്ല. ഇങ്ങനെ ചർച്ച ചെയ്താൽ ചർച്ചയുടെ അവസാനം ധനകാര്യ വകുപ്പ് മന്ത്രി മറുപടി പ്രസംഗം നടത്തുകയും ചെയ്യും. പിന്നീട് ഈ നിയമസഭയിൽ ധനാഭ്യർത്ഥനകൾ ഓരോന്നായിട്ട് അവതരിപ്പിക്കുകയും ചർച്ച ചെയ്ത് വോട്ടിനിടുകയും ചെയ്യും. നമുക്കതിന് ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യമാണ് അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത്. അതായത് ധനാഭ്യർത്ഥനകൾ പാസ്സായാൽ ഉടൻ കഴിയുന്നതും വേഗം നിയമസഭയിൽ അപ്രോപ്രിയേഷൻ ബില്ല് അവതരിപ്പിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായുള്ള പണം നീക്കിവെക്കുന്നതിനാണ് അപ്രോപ്രിയേഷൻ ബില്ല് അവതരിപ്പിക്കുന്നത്. ഈ ബില്ല് അസംബ്ലി പാസ്സാക്കി കഴിഞ്ഞാൽ അനുമതിക്കായിട്ട് ഗവർണർക്ക് സമർപ്പിക്കണം. അപ്രോപ്രിയേഷൻ ബില്ല് അനുമതിക്ക് ശേഷം അത് ആക്റ്റായി മാറുന്നു. അപ്പോൾ എന്തായി? അപ്രോപ്രിയേഷൻ ആക്റ്റായി മാറുന്നു. ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ 205, 206 വകുപ്പുകൾ പ്രകാരം ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല് അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കാതെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഒരു തുകയും പിൻവലിക്കാൻ സാധ്യമല്ല, അല്ലെ പാടില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. അപ്പൊ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാല് അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 116 പ്രകാരം സർക്കാരിനെ ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ സർക്കാർ ചെലവുകളായി നിർവഹിക്കുന്നതിനായിട്ട് പാർലമെന്റിൽ നിന്നും അല്ലെ നിയമസഭയിൽ നിന്നും താൽക്കാലികമായി അനുമതി വാങ്ങുന്ന രീതിയാണ് ശരിക്കും ഈ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാല് സാധാരണയായി ബജറ്റ് പാസ്സാക്കുന്ന പ്രക്രിയകൾ പൂർത്തിയാകാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. എന്നാൽ ഏപ്രിൽ 1 മുതൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ പണം ആവശ്യമാണ് താനും. ബജറ്റ് പൂർണ്ണമായി പാസ്സാകുന്നതിന് മുമ്പ് തന്നെ സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾക്ക്, ഇപ്പോൾ ഒരു ദൈനംദിന ചെലവ് എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ഭരണപരമായ ചെലവുകളും ഒക്കെ അതിൽ പെടാം. അങ്ങനെയുള്ള പണം പിൻവലിക്കാൻ ഭരണഘടനാപരമായ അനുമതി ആണ് ഈ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ബജറ്റോ ഒന്നുമല്ല, മറിച്ച് സർക്കാരിന്റെ ചെലവുകൾക്ക് മാത്രമുള്ള അനുമതിയാണ് വോട്ട് ഓൺ അക്കൗണ്ട്. ഇതിൽ ഈ വോട്ട് ഓൺ അക്കൗണ്ടിൽ പുതിയ നികുതി നിർദ്ദേശങ്ങളോ
നയപരമായ തീരുമാനങ്ങളോ ഉൾപ്പെടുന്നില്ല എന്നതാണ് സത്യം. അപ്പൊ ഇത് എപ്പോഴാണ് നമ്മൾ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് വേണ്ട ഒരു സന്ദർഭം എപ്പോഴാണെന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അതില് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷങ്ങളിൽ പുതിയ സർക്കാർ വരുന്നത് വരെ താൽക്കാലിക ചെലവുകൾക്കായി പഴയ സർക്കാർ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാകാറുണ്ട്. പുതിയ സർക്കാർ വരുന്നത് വരെ പഴയ സർക്കാർ താൽക്കാലിക ചെലവുകൾ നടത്താൻ വേണ്ടി. എങ്കിലും ബജറ്റ് പാസ്സാക്കാൻ താമസമെടുക്കുന്ന ഏത് സാഹചര്യത്തിലും ഇത് ഉപയോഗിക്കാം. അത് പഴയ സർക്കാരും പുതിയ സർക്കാരും വരുന്ന നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബജറ്റ് പാസ്സാക്കാൻ എപ്പോഴെങ്കിലും താമസം വന്നാൽ അപ്പോഴും നമുക്ക് ഈ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കേണ്ടതാണ്. അപ്പോൾ ബജറ്റ് പാസ്സാകുന്നത് വരെയുള്ള ഇടക്കാലത്തേക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ നടക്കാൻ ആവശ്യമായ തുക ഈ ഖജനാവിൽ നിന്ന് പിൻവലിക്കാനുള്ള പാർലമെന്റിന്റെ അല്ലെ നിയമസഭയുടെ മുൻകൂർ അനുമതിയാണ് ശരിക്കും വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെയുള്ള ഒരു സാധനമാണ് വോട്ട് ഓഫ് ക്രെഡിറ്റ് ആൻഡ് എക്സെപ്ഷണൽ ഗ്രാന്റ്. വോട്ട് ഓഫ് ക്രെഡിറ്റ് ആൻഡ് എക്സെപ്ഷണൽ ഗ്രാന്റ്. വോട്ട് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ മറ്റോ അപ്രതീക്ഷിതമായി വലിയ തുക ചെലവാക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ, അതൊരു അടിയന്തര സാഹചര്യമാണ്, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ മറ്റോ വരുന്ന അപ്രതീക്ഷിതമായി വരുന്ന ചെലവാകേണ്ടി വരുന്ന വലിയ തുക. അത്തരം സാഹചര്യങ്ങളിൽ വിശദമായ ബജറ്റ് തയ്യാറാക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ സർക്കാർ പാർലമെന്റിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രത്യേക അനുമതിയാണ് എന്ന് പറയുന്നത് വോട്ട് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയും. അത് വോട്ട് ഓഫ് ക്രെഡിറ്റിനെ പറ്റി പറയുമ്പം തന്നെ അപ്രതീക്ഷിതമായി വേണ്ടിവരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ വേണ്ടിവരുന്ന ചെലവിനാണ് വോട്ട് ഓഫ് ക്രെഡിറ്റ്. ഇനി അടുത്തത് എക്സെപ്ഷണൽ ഗ്രാന്റ് ആണ്. ഈ എക്സെപ്ഷണൽ ഗ്രാന്റ് എന്ന് പറയുന്നത് നിലവിലെ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതും എന്നാൽ അസാധാരണമായ സാഹചര്യങ്ങളിൽ ചെലവാക്കേണ്ടി വരുന്നതുമായിട്ടുള്ള തുകയ്ക്കായിട്ട് സർക്കാർ പാർലമെന്റിൽ നിന്ന് വാങ്ങുന്ന പ്രത്യേക അനുമതിയാണിത്. അതായത് എക്സെപ്ഷണൽ ഗ്രാന്റ് എന്ന് പറയുന്നത് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാൽ അസാധാരണ സാഹചര്യത്തിൽ അത് അത്യാവശ്യമായി ചെലവാക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ളതാണ് എക്സെപ്ഷണൽ ഗ്രാന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവ രണ്ടും, അതായത് വോട്ട് ഓഫ് ക്രെഡിറ്റും എക്സെപ്ഷണൽ ഗ്രാന്റും രണ്ടും സാധാരണ ബജറ്റ് നടപടികൾക്ക് പുറമെ അസാധാരണവും അടിയന്തരവുമായ സാഹചര്യങ്ങളിൽ ഖജനാവിൽ നിന്ന് പണം ചെലവാക്കാൻ സർക്കാരിനെ പ്രാപ്തമാക്കുന്ന മാർഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ 2-3 ടേംസ് പറഞ്ഞു, അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് വോട്ട് ഓഫ് അക്കൗണ്ട്, പിന്നെ വോട്ട് ഓഫ് ക്രെഡിറ്റ്, മറ്റൊന്ന് എക്സെപ്ഷണൽ ഗ്രാന്റ്. അപ്പൊ ഈ വോട്ട് ഓഫ് ക്രെഡിറ്റും എക്സെപ്ഷണൽ ഗ്രാന്റും ചേട്ടനും അനിയനും പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വോട്ട് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ മറ്റോ അപ്രതീക്ഷിതമായി വലിയ തുക ചെലവാക്കേണ്ടി വരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ വിശദമായ ഒരു ബജറ്റ് തയ്യാറാക്കാൻ കഴിയാത്തപ്പോൾ സർക്കാർ ചെലവാക്കാൻ പാർലമെന്റിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രത്യേക അനുമതിയാണ് വോട്ട് ഓഫ് ക്രെഡിറ്റ്. എന്നാൽ എക്സെപ്ഷണൽ ഗ്രാന്റ് എന്ന് പറയുന്നാൽ നിലവിലുള്ള ബഡ്ജറ്റിൽ, സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതും എന്നാൽ അസാധാരണമായ സാഹചര്യങ്ങൾ ചെലവാക്കേണ്ടി വരുന്നതുമായ തുകയ്ക്ക് സർക്കാർ നിയമസഭയിൽ നിന്നോ പാർലമെന്റിൽ നിന്നോ വാങ്ങുന്ന അനുമതിയാണ് എക്സെപ്ഷണൽ ഗ്രാന്റ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും നമുക്ക് അറിയുന്നതാണ്. ഇതിൽ ഒരുപാട് റെപ്പിറ്റീഷൻ വന്നിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാം. ചോദ്യം നോക്കാം. ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കാൻ തയ്യാറാകുന്നത് ഏത് മാസാവസാനത്തോടെയാണ്? തയ്യാറാവല് ഫെബ്രുവരി മാസാവസാനത്തോടെയാണ്, മാർച്ച് മാസാവസാനം അല്ല വരുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. സാധാരണഗതിയിൽ ഫെബ്രുവരി മാസാവസാനത്തോടെയാണ് ബജറ്റ് നിയമസഭയിൽ ഇനി തയ്യാറാവുന്നത്. അത് ചിലപ്പോൾ മാർച്ച് 1-നൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട്. ബജറ്റ് അവതരിപ്പിക്കുന്ന ആരാണ്? അത് ധനകാര്യമന്ത്രിയെ നമുക്കറിയാം. ഇനി ഏത് ദിവസമാണ് ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. അടുത്ത ചോദ്യം.
അച്ചടിച്ച ബജറ്റ് രേഖകളുടെ പകർപ്പുകൾ ഇന്ത്യയിലെ CAGക്ക് അയച്ചു നൽകുന്നത് ആരാണ്? ബജറ്റിന്റെ പകർപ്പുകൾ എല്ലാവർക്കും കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നിയമസഭയിലുള്ള എല്ലാ സാമാജികർക്കും കൊടുക്കും. പിന്നെ ബാക്കി വകുപ്പ് അധ്യക്ഷന്മാർക്കൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ CAGക്ക് കൊടുക്കും. ആരാണ് ഇത് അയച്ചു കൊടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ധനകാര്യ വകുപ്പാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അയച്ചു കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, ബജറ്റ് ചർച്ച അനുവദിക്കുന്നത് എപ്പോഴാണ്? അതിന്റെ ആൻസർ, ബജറ്റ് ചർച്ച അനുവദിക്കുന്നത് സ്പീക്കർ അനുവദിക്കുന്ന ദിവസമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, ബജറ്റ് ചർച്ച അനുവദിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സ്പീക്കർ അനുവദിക്കുന്ന ദിവസം. അടുത്ത ചോദ്യം, അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കുന്നത് ആരാണ്? അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കുന്നത്? നിയമസഭയാണ്. ഇവിടെ നമ്മൾ കേരള ബഡ്ജറ്റിനെ പറ്റിയ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് പാർലമെന്റിലേക്ക് അങ്ങനെ കടക്കുന്നില്ല. അടുത്ത ചോദ്യം, റവന്യൂ ചെലവിനും മൂലധന ചെലവിനും, റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അനുവദിക്കേണ്ട തുകകൾ അപ്രോപ്രിയേഷൻ ബില്ലിലെ ഡാഷ് വ്യക്തമായി കാണിക്കണം. എവിടെ വ്യക്തമായി കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഷെഡ്യൂളിൽ, അപ്രോപ്രിയേഷൻ ബില്ലിലെ ഷെഡ്യൂളിൽ വ്യക്തമായി കാണിക്കണം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ഇല്ലാതെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയില്ല? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം ചെലവാക്കണമെങ്കിൽ അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാകണം. അപ്പോൾ എന്താവണം? അപ്പോൾ അപ്രോപ്രിയേഷൻ ആക്ട് മാറിയാൽ മാത്രമേ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയുള്ളൂ. അടുത്ത ചോദ്യം, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനുള്ള നിയമപരമായ അധികാരം എന്ന് പറയുന്നത് ഏതാണ്? അപ്രോപ്രിയേഷൻ ആക്ട് ആണ്, അല്ലേ? അപ്രോപ്രിയേഷൻ ബില്ല് നിയമമായി മാറി ഗവർണർ ഒപ്പിട്ട് കഴിയുമ്പോൾ നിയമമായി. ആ നിയമമാണ്, അതിനാണ് നമ്മൾ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനുള്ള നിയമപരമായ അധികാരം എന്താണ്? അപ്രോപ്രിയേഷൻ ആക്ട്. വീണ്ടും അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്രോപ്രിയേഷൻ ബില്ല് നിയമമാകുന്നത് വരെ സംസ്ഥാനത്തിന്റെ ഡാഷിൽ നിന്ന് പണം പിൻവലിക്കാൻ പറ്റില്ല. എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്. നിയമസഭ പാസാക്കിയ അപ്രോപ്രിയേഷൻ ബില്ല് ആരുടെ സമ്മതത്തിനായിട്ട് അയക്കും? അത് ഗവർണറുടെ സമ്മതത്തിനായിട്ട് അയക്കുന്നത്. അപ്പോൾ അപ്രോപ്രിയേഷൻ ബില്ല് ഗവർണർ ഒപ്പിടുന്നതോടു കൂടിയാണ് എന്താവുന്നത്? അപ്രോപ്രിയേഷൻ ആക്ട് ആയിട്ട് മാറുന്നത്. അപ്പോൾ നിയമപ്രകാരം ഉണ്ടാക്കിയ അപ്രോപ്രിയേഷൻ വഴി അല്ലാതെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 204 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കുന്നത് എപ്പോഴാണ്? കുറെ ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കുന്നത് പല സാഹചര്യത്തിലാണ്. ഒന്ന്, അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാക്കാത്തപ്പോൾ. നമുക്കറിയാം, അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സായി, അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സായി ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് പണം പിൻവലിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കാം. മറ്റൊന്ന്, ബജറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് നിയമസഭ പിരിച്ചുവിട്ടാൽ. ബജറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് നിയമസഭ പിരിച്ചുവിട്ടാലും ഇത് സംഭവിക്കാം. ഇനി ബജറ്റ് സമ്മേളനത്തിനിടയിൽ സർക്കാർ മാറിയാലും ഇങ്ങനെ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കാം. പല സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാക്കാത്തപ്പോൾ, അല്ലെങ്കിൽ ബജറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് നിയമസഭ പിരിച്ചുവിട്ടാൽ, അതും അല്ലെങ്കിൽ ബജറ്റ് സമ്മേളനത്തിനിടയിൽ സർക്കാർ മാറിയാലും നമ്മൾ എന്ത് ചെയ്യാം? വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കാം. സാമ്പത്തിക വർഷത്തിന്റെ ഒരു ഭാഗത്തേക്കുള്ള ചെലവുകൾ നിറവേറ്റുന്നതിനായി സംസ്ഥാന നിയമസഭ നൽകുന്ന മുൻകൂർ ഗ്രാന്റ് അറിയപ്പെടുന്നത് എന്താണ്? അതായത് സാമ്പത്തിക വർഷത്തിന്റെ ഒരു ഭാഗത്തേക്കുള്ള ചെലവുകൾ, ഞാൻ പറഞ്ഞു വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ബജറ്റ് അല്ല, താൽക്കാലിക ചെലവുകൾ, ദൈനംദിന ചെലവുകൾ നിർവഹിക്കാനുള്ള ഒരു അനുമതി മാത്രമാണ് വോട്ട് ഓൺ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ അതേ ചോദ്യം വന്നിരിക്കുന്നു, സാമ്പത്തിക വർഷത്തിന്റെ ഒരു ഭാഗത്തേക്കുള്ള ചെലവുകൾ നിറവേറ്റുന്നതിനായി സംസ്ഥാന നിയമസഭ നൽകുന്ന മുൻകൂർ ഗ്രാന്റ് ആണ് എന്ത്? വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കുന്നത് എപ്പോഴാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു, ബജറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് നിയമസഭ പിരിച്ചുവിട്ടപ്പോൾ, അല്ലെങ്കിൽ സർക്കാർ മാറുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാക്കാത്തപ്പോൾ, ഇത്തരം സാഹചര്യത്തിലൊക്കെയാണ്. അടുത്ത ചോദ്യം,
സാമ്പത്തിക വർഷത്തിന്റെ ഒരു ഭാഗത്തേക്കുള്ള ചെലവുകൾ നിറവേറ്റുന്നതിനായി ഡാഷ് എന്ന പേരിൽ നിയമസഭയ്ക്ക് മുൻകൂർ ഗ്രാന്റ് നൽകാം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 206(1). 206(1). ഇനി വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് വിശദീകരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ബഡ്ജറ്റ് മാനുവലിൽ വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് വിശദീകരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. അത് പാര 57. നമുക്കറിയാം ബഡ്ജറ്റ് മാനുവലൊക്കെ നമ്മൾ പാരയായിട്ടാണ് പറയുക. പാര 57ാമത്തെ പാരയിലാണ് അത് പറയുന്നത്. പാര 57 KBM, കേരള ബഡ്ജറ്റ് മാനുവൽ, KBM. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ അപ്രോപ്രിയേഷനുകളും അവസാനിക്കുന്നത് എപ്പോഴാണ്? അത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ്. എല്ലാ അപ്രോപ്രിയേഷനുകളും അവസാനിക്കുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ്. അടുത്ത ചോദ്യം അത് തന്നെയാണ് വീണ്ടും ചോദ്യം. അപ്രോപ്രിയേഷൻ ബിൽ പാസ്സാക്കുന്നതിന് മുമ്പ് ഫണ്ട് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ നിയമസഭ അനുവദിക്കുന്നത് ഏതിലൂടെയാണ്? പാസ്സായില്ലെങ്കിൽ അതിനു മുമ്പ് താൽക്കാലിക ചെലവിന് വേണ്ടി എന്ത് പാസ്സാക്കും? വോട്ട് ഓൺ അക്കൗണ്ട്. അതിന്റെ ആൻസർ വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. അടുത്ത ചോദ്യം, അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കുന്നത് വരെ മാർച്ച് 31 ശേഷം വകുപ്പുകൾക്ക് പ്രവർത്തിക്കുന്നതിനായി വോട്ട് ഓൺ അക്കൗണ്ട് വ്യവസ്ഥ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? ആ ആർട്ടിക്കിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് 206(1). അടുത്ത ചോദ്യം, സംസ്ഥാനത്തിന്റെ ഈ റിസോഴ്സിന് മേലെ ഉണ്ടാകുന്ന അപ്രതീക്ഷിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഗ്രാന്റ് നൽകാനുള്ള അധികാരം എന്താണ്? അതിനാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിരുന്നു വോട്ട് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നു. അതായത് അപ്രതീക്ഷിത ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ വോട്ട് ഓഫ് ക്രെഡിറ്റ് ആണ്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഏത് സാമ്പത്തിക വർഷത്തിലെയും നിലവിലുള്ള സേവനത്തിന്റെ ഭാഗമല്ലാത്ത ഗ്രാന്റ് നിയമസഭയ്ക്ക് നൽകാൻ കഴിയുമോ? അപ്പൊ നിയമസഭയ്ക്ക് നൽകാൻ കഴിയുന്ന പെട്ടെന്നൊരു ആവശ്യം വന്നു, അത് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാത്ത ചെലവാണ്. അപ്പോ നിയമസഭയ്ക്ക് എന്ത് ചെയ്യാം? അത് എക്സെപ്ഷണൽ ഗ്രാന്റ് എന്ന പേരിൽ കൊടുക്കാം. സാമ്പത്തിക വർഷത്തിലെയും നിലവിലുള്ള സേവനത്തിന്റെ ഭാഗമല്ലാത്ത ഗ്രാന്റ് നിയമസഭയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാ ചോദിക്കാം. കൊടുക്കാം. അത് എക്സെപ്ഷണൽ ഗ്രാന്റ് എന്ന രീതിയിലാണ് കൊടുക്കുക. ഈ വോട്ട് ഓഫ് ക്രെഡിറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അടുത്ത ചോദ്യമാണ്. ആൻസർ, അത് റിസോഴ്സിന് മേലെ ഉണ്ടാകുന്ന അപ്രതീക്ഷിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വോട്ട് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി യഥാർത്ഥ ഉപയോഗത്തെക്കുറിച്ച് യാതൊരു നിബന്ധനയുമില്ലാതെ, ഒരു കണ്ടീഷനും ഇല്ലാതെ ഒരു സ്ഥാപനത്തിന് നൽകുന്ന തുകയ്ക്ക് പറയുന്ന പേരെന്താണ്? ഒരു കണ്ടീഷനും ഇല്ല, ഒരു സ്ഥാപനത്തിന് കുറച്ച് തുക നൽകാൻ. അപ്പൊ അതിനാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിൽ പറയുന്ന ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. അതൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിഡക്ഷൻ ഇൻ ഡിമാൻഡ് എമംഗ് സബ്ഹെഡ്സ് വിൽ ബി ഡൺ ബൈ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിഡക്ഷൻ ഇൻ ഡിമാൻഡ് എമംഗ് സബ്ഹെഡ്സ് വിൽ ബി ഡൺ ബൈ. അതായത് ഡിമാൻഡിലെ കുറവ് അതിന്റെ സബ് ഹെഡുകൾക്കിടയിൽ വിതരണം ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ഫിനാൻസ് സെക്രട്ടറി എന്നാണ്, ധനകാര്യ സെക്രട്ടറി. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആർക്കും അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഒരിക്കൽ കൂടി പറയാം. മലയാളം, ഡിമാൻഡിലെ കുറവ് അതിന്റെ വിഭാഗങ്ങൾക്കിടയിൽ, അതായത് സബ് ഹെഡുകൾക്കിടയിൽ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? അപ്പോൾ അതിന് നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പോൾ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ, ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ, ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് അനുവദിച്ച തുക, ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് കുറച്ച് തുക അനുവദിച്ചു. അപ്പോൾ അത് കുറവ് വരുത്തുന്നു, പിന്നീട് അനുവദിച്ച തുകയിൽ കുറവ് വരുത്തുകയാണെങ്കിൽ ആ കുറവ് വിവിധ സബ് ഹെഡിലേക്ക് എങ്ങനെ വിതരണം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആരാണെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ അത് ആ കുറവ് താഴെ തട്ടിലേക്ക് വിതരണം ചെയ്യണം. ഏതൊക്കെ സബ് ഹെഡിൽ എത്ര എത്ര വെച്ച് കുറയ്ക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഫിനാൻസ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി അത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഈ സർക്കാർ വകുപ്പുകൾക്ക് അനുവദിക്കുന്ന ബജറ്റ് വിഹിതത്തിൽ,
സർക്കാർ വകുപ്പുകൾക്ക് അനുവദിക്കുന്ന ബജറ്റ് വിഹിതത്തിൽ എന്തെങ്കിലും കാരണവശാൽ കുറവ് വരുത്തേണ്ടി വന്നാൽ, വിഹിതം കുറച്ചാൽ, ആ കുറവ് ആ വകുപ്പിന്റെ കീഴിലുള്ള വിവിധ ചെറിയ വിഭാഗങ്ങളിലേക്ക്, അതായത് സബ് ഹെഡിലേക്ക് എങ്ങനെ ക്രമീകരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ധനകാര്യ സെക്രട്ടറിക്കാണ്. മനസ്സിലായല്ലോ? ഇത് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാ സബ് ഹെഡുകൾക്കും കൂടി ഒരു ചെറിയ ഒരു എമൗണ്ട് 1,00,000 രൂപ ബജറ്റിൽ വകയിരുത്തിയതാണ്. അതിൽ കുറവ് വരുത്തേണ്ടി വന്നു, 80,000 രൂപയായിട്ട് കുറച്ചു. അപ്പോൾ 20,000 രൂപയുടെ കുറവുണ്ട്. അപ്പോൾ ആ 20,000 രൂപ എന്ത് വേണ്ടി വന്നു? ആ കുറവ് ഈ വകുപ്പിന്റെ കീഴിലുള്ള താഴെയുള്ള ചെറിയ ചെറിയ വിഭാഗങ്ങളായിട്ടായിരിക്കുമല്ലോ പണം കൊടുക്കുന്നത്. ആ ഓരോ ചെറിയ ചെറിയ വിഭാഗങ്ങൾക്ക് കുറച്ച് കുറച്ച് കുറയ്ക്കണ്ടേ 20,000 രൂപ? അല്ലാതെ ഒരാൾക്ക് തന്നെ മുഴുവൻ 20,000 രൂപ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ക്രമീകരണം ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അതാണ് നമ്മൾ ആൻസർ ഫിനാൻസ് സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള പ്രീവിയസ് ക്വസ്റ്റിനോട് ഞാൻ ഇവിടെ അങ്ങ് പറഞ്ഞ് തീർത്തതാണ്. ഓക്കെ, ക്ലാസ്സുകൾ ഒരുപാട് 41 ക്ലാസ്സുകളായി. പക്ഷെ ഇവിടെയും നിൽക്കുന്നില്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇനിയും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം വരുമ്പോഴേക്ക് 50ന്റെ മുകളിലേക്ക് പോകും തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. നന്നായിട്ട് കേട്ട് എല്ലാവരും മനസ്സിലാക്കി എക്സാം എഴുതണം എന്നൊരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.